ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 55 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾ, ഓക്കെ, വെയിറ്റ് ട്രെയിനിങ്ങുകൾ. അപ്പം ഇത് നിങ്ങളുടെ ഈ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്നുള്ളത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളുടെ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ട് ഡംബിൾസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡമ്പൽ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും ഡംബിൾസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഓൺലൈനിൽ നിന്നെങ്ങാനും ചെറിയ ഡമ്പലുകൾ മേടിക്കുക. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1 കിലോ 2 കിലോ ഡമ്പൽ മതിയാവും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 കിലോ 5 കിലോ ഡമ്പൽ വരെ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നിങ്ങളുടെ സ്ട്രെങ്തിന് അനുസരിച്ച് നമുക്ക് ഡമ്പൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഡമ്പൽ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ അപ്പർ ബോഡിയെ എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ മസിൽ, നമ്മുടെ കൈകളുടെ മസിൽസ്, നമ്മുടെ ബാക്ക് മസിൽസ്, ചെസ്റ്റ് മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള എക്സസൈസുകളാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. ഞാനത് ഏതൊക്കെ വർക്കൗട്ടുകൾ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫുള്ള് വീഡിയോ ഞാനിത് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ ഉള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനും ഈ ഡംബിൾസ് ഒക്കെ കൈകൊണ്ട് തൊടുന്നത്. അപ്പം ഇന്ന് തീർച്ചയായിട്ടും വളരെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ അപ്പർ ബോഡിയെ ഫുള്ളായിട്ട് സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്തു സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന 5 കിലോ ഡമ്പലാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡംബിൾസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്ട്രെങ്തിന് അനുസരിച്ചുള്ള ഡമ്പലുകൾ മാത്രം തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ഇരിക്കുന്ന ചെയർ, ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന ബെഞ്ചിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഇത് വീട്ടിൽ കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് നിന്നുകൊണ്ടും ചെയ്യുന്ന എക്സസൈസുകളാണിത്. അപ്പം ഇരുന്നുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബലമുള്ള ഒരു കസേര തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ബൈസെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കുന്ന എക്സസൈസ് ആണ്. പലപ്പോഴും നമുക്ക് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഈ കൈകളുടെയൊക്കെ ശക്തിയൊക്കെ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെയൊക്കെ മറികടക്കുവാനൊക്കെ നമ്മുടെ ഈ കൈകളുടെ ഫോർആംസിന്റെ മസിൽസ്, അതേ കണക്കാണ് ഈ ബൈസെപ്സിന്റെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതല്ല നിങ്ങൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്ത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് കണക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഇതേപോലെ ഡംബിൾസ് മുകളിലോട്ട് ഉയർത്താം. ഇതേപോലെ കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾ ഉയർത്തി 1 സെക്കൻഡ് മുകളിൽ കൊണ്ടുവന്നിട്ട് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം വളരെ സാവധാനത്തിലായിരിക്കണം നിങ്ങൾ ഡംബിൾ താഴോട്ട് കൊണ്ടുപോകേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ കമോൺ 2, ഇതേ കണക്ക് തന്നെ ചെയ്യണം, വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി. 3, ഗുഡ്, സ്ലോലി ഡൗൺ. 4. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രീത്തിങ് ശ്രദ്ധിക്കുക. അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, ബ്രീത്ത് പുറത്തോട്ട് കളയണം. നമ്മൾ നോർമൽ സ്ഥിതി താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ വളരെ സ്ലോയിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കണം ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു മസിൽസിന് പരമാവധി ടെൻഷൻ കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടാമത് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ഷോൾഡർ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഈ ഷോൾഡറിനൊക്കെ പ്രശ്നമുള്ളവർ കാണും. ഒരുപാട് പേർക്ക് ഇവിടുത്തെ ഈ സ്ട്രെങ്ത് ഒക്കെ പോയിട്ട് കൈകളൊന്നും ഉയർത്താൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള പലരും കാണും. അപ്പോൾ നമുക്ക് ഷോൾഡർ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ചെയറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് എന്നതിന് ശേഷം ഡമ്പൽ ഇതേ കണക്ക് ഉയർത്തി പിടിക്കുക. ഓക്കെ, ഇങ്ങനെ വൈഡായിട്ടല്ല, നിങ്ങളുടെ ഈ ഷോൾഡറിന്റെ ഒരു ലെവലിലോട്ട് കൈകൾ ഇതേ കണക്ക് കൊണ്ടുവരിക. കണ്ടില്ലേ, ഈ ഒരു ലെവലിലായിരിക്കണം നിങ്ങളുടെ കൈകൾ ഇരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അതിനുശേഷം നിങ്ങൾ ഡമ്പൽ മുകളിലോട്ട് ഇതേ കണക്ക് ഉയർത്തുക. ഡമ്പൽ തമ്മിൽ കൂട്ടിമുടിക്കേണ്ട ആവശ്യമില്ല, ഇതേ കണക്ക് ഉയർത്തുക.
അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഏത് പൊസിഷനിൽ നിന്നാണോ ഉയർത്തിയത് ആ പൊസിഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതേപോലെ 2 നൈസ്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 3 4. അപ്പം ഇതേപോലെ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തു, അപ്പ്, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ. അപ്പം ഇതേപോലെ നിങ്ങൾ 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഷോൾഡർ മസിലിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഉയർത്തിയിട്ട് കൈ ഇതേ കണക്ക് വൈഡ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. അത് നിങ്ങളുടെ ഷോൾഡറിന് വലിയ ഇഞ്ചുറികൾ ഉണ്ടാക്കും. വളരെ സാവധാനത്തിൽ ഇതേപോലെ ഈ ഒരു പൊസിഷനിലോട്ട് മാത്രം കൊണ്ടുവരിക. ഇത്ര മാത്രം. കണ്ടില്ലേ? അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ എക്സസൈസ്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രൈസെപ്സ്, ദാണ്ട ഈ ഒരു ഭാഗത്തെ മസിൽസ്. ആദ്യം നമ്മൾ ബൈസെപ്സിന് ചെയ്തു, ഇനി നമ്മൾ ഈ ട്രൈസെപ്സിന്റെ ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഡമ്പൽ മതിയാവും. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡമ്പൽ ഇതേ കണക്ക് പിടിക്കുക. കണ്ടില്ലേ, ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഇതേപോലെ. അതിനുശേഷം നിങ്ങൾ ഡമ്പൽ പതുക്കെ ഇതേപോലെ ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങളുടെ തലയുടെ ബാക്ക് വശത്തൂടെ ഇതേ കണക്ക് ബാക്കിലോട്ട് ഇത്രത്തോളം കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുക. 1, സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. 2, 3, 4. നല്ലോണം കൈ സ്ക്വീസ് ചെയ്യണം. മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രൈസെപ്സിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക. കണ്ടല്ലോ. അപ്പം ഇതേ കണക്ക് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തു, മുകളിൽ കൊണ്ടുവന്ന് സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിൽസ് നമുക്ക് സ്ട്രോങ് ആക്കണം. അപ്പം ബാക്കിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 ഡംബൽസ് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ചെയർ അല്പം മുമ്പോട്ട് കയറിയിരിക്കുക. ഓക്കെ, ഇത് കണക്ക് മുമ്പോട്ട് ചെയറിലാണ് ഈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയറിൽ മുമ്പോട്ട് കയറിയിരിക്കുക. നിന്നുകൊണ്ടും ചെയ്യാം. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ടും ചെയ്യാം. ഇത് കണക്ക് വെച്ചാൽ അതിനുശേഷം ചെറുതായിട്ട് നിനക്കൊന്ന് ബെൻഡ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. ഡംബിൾസ് ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. കണ്ടില്ലേ, 1, 2, 3, 4, 5. കണ്ടല്ലോ, നിങ്ങളുടെ അപ്പർ ബാക്കിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണിത്. അപ്പം ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് കൈ ഇങ്ങനെ വൈഡ് ചെയ്ത് പോകരുത്. ഓക്കെ, കൈ വൈഡ് ചെയ്ത് പോകാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, എൽബോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് കണക്ക് സ്ക്വീസ് ചെയ്യുക ബാക്കിലോട്ട്. മുകളിൽ കൊണ്ടുവന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ഇത് ചെയ്യുന്നത്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് മസിൽസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ബെഞ്ചിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബെഞ്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൽ ഒരു പായയോ അല്ലെങ്കിൽ യോഗ മാറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലോറിൽ കിടന്നുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പം കിടന്നതിന് ശേഷം നിങ്ങൾ ഡമ്പല് ഞാൻ ഈ ഉയർത്തിയിരിക്കുന്ന കണക്ക് ഇതേപോലെ കണ്ടില്ലേ, ഇതേ കണക്ക് ഉയർത്തി പിടിക്കുക. ഉയർത്തി പിടിച്ചതിന് ശേഷം സാവധാനത്തിൽ ചെറുതായിട്ട് നിങ്ങളുടെ എൽബോ ഒന്ന് ബെൻഡ് ചെയ്തുകൊണ്ട് ഇത്ര മാത്രം താഴോട്ട് കൊണ്ടുവരിക. അപ്പ് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ. വീണ്ടും സാവധാനം താഴോട്ട് കൊണ്ടുവരിക. കൈ ഒരുപാട് വൈഡായി പോരുത്, ഒരുപാട് അടുത്തും പോരുത്. ഓക്കെ, 2, നൈസ്, കൺട്രോൾ. 3, 4,
അപ്പം ഞാൻ ആദ്യം പറഞ്ഞ തന്നെ കൈ ഇങ്ങനെ വൈഡായിട്ട് പോകരുത്, അതേ കണക്ക് തന്നെ ഇങ്ങനെ അടുപ്പിച്ചും ചെയ്യരുത്. ഓക്കെ, ഇത് കണക്ക് പിടിക്കുക. ഇത് കണക്ക് പിടിച്ചിട്ട് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ബ്രീത്ത് അകത്തോട്ടെടുത്തുകൊണ്ട് ഇതേപോലെ താഴോട്ട് കൊണ്ടുവരിക. അപ്പ്, ബ്രീത്ത് ഔട്ട്. അപ്പൊ ഇത് 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ട് ഓരോ വർക്കൗട്ടുകളാണ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ വർക്കൗട്ട് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫുൾ വീഡിയോ, ഞാനിത് ചെയ്ത് കാണിക്കുന്ന ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ബൈസെപ്സിന്റെ വർക്കൗട്ടിലോട്ട് പോവുക. ഇത്രയും വർക്കൗട്ടുകൾ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ബൈസെപ്സിന്റെ ആ ഒരു വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അപ്പം ആദ്യം നമ്മൾ ബൈസെപ്സിന് വേണ്ടിയിട്ട് ഈ രീതിയിലാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ രീതിയിലാണ് കൈകൾ പിടിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫോർ ആംസിന്റെ മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കും. ഇതേപോലെ പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നത് കണക്ക് ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. 1, സാവധാനം കൺട്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുപോവുക. കൈ നല്ലോണം നിവരണം, താഴെ കൊണ്ടുവന്ന് 2, സാവധാനം 3, 4, 5. ഇപ്പൊ ബ്രീത്തിങ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. താഴോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, നിങ്ങൾ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതേപോലെ 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഷോൾഡർ മസിലിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുകയാണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ ഡംബിൾസ് എടുക്കുക, കയ്യിൽ പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ ഓരോ ഡംബലായിട്ട് നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർത്താം. 1, കണ്ടില്ലേ? ഇതേപോലെ സാവധാനം താഴോട്ട് കൊണ്ടുവരിക. കൺട്രോൾ. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് ഇതിപ്പോ 5 കിലോയുടെ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരുപാട് ഹെവി ആയിട്ടുള്ള നിങ്ങളെ കൊണ്ട് പറ്റാത്ത വെയിറ്റ് ഒന്നും നിങ്ങൾ ഉയർത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ മസിൽസിന്റെയും എല്ലുകളുടെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ അത് ഒടിച്ചു കളയാനല്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പം ഇതേ കണക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. നൈസ്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്, ഓക്കെ, ഞാൻ ഇത് കണക്ക് ഇരുന്നതിന് ശേഷം ഇത് കണക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പോൾ ഇത് ഓരോ കയ്യിലും നിങ്ങൾ 10 റെപ്പിറ്റേഷൻ എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഷോൾഡറിന്റെ ഈ ഒരു ഫ്രണ്ട് വശത്തെ ആ ഒരു മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രൈസെപ്സിന്റെ മസിൽസിന് വേണ്ടിയിട്ടുള്ള വ്യായാമമാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് അല്പം ബെൻഡ് ചെയ്ത് മുമ്പിലോട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്കിത് ഒരു കൈ കൊണ്ടും ചെയ്യാം. ഓക്കെ, ഒരു കയ്യിൽ ഡംബൽസ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുക. അതിനുശേഷം ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. കണ്ടില്ലേ? ട്രൈസെപ്സ് സ്ക്വീസ് ചെയ്യുക. 1, 2, 3, 4. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ബാക്കിലോട്ട് മാക്സിമം സ്ക്വീസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ട്രൈസെപ്സിന്റെ മസിൽസിനെ. അതിനെ തന്നെ 1 സെക്കൻഡ് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സാവധാനം ഇത്ര മാത്രം തിരിച്ചുകൊണ്ടുവരിക. ഇങ്ങനൊന്നും കൊണ്ടുവരരുത്. ഓക്കെ, അപ്പം 2 ഡംബൽസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്കിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1, 2, 3, 4. ഓക്കെ, ഇതേ കണക്ക് ചെയ്യുക. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് നമ്മുടെ ട്രൈസെപ്സിന്റെ മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് മസിൽസിന് വേണ്ടിയിട്ട് കിടന്നുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്ലോറിൽ കിടന്നുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുക.
അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഡംബിൾസ് മതിയാവും നിങ്ങൾക്ക്. ഓക്കെ, ഒരു ഡംബൽ എടുക്കുക. ഡംബൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഇതേ കണക്ക് ഇങ്ങനെ രണ്ട് കൈകൾ കൊണ്ട് ഇതേ കണക്ക് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിങ്ങളുടെ കൈകൾ ഭദ്രമായിരിക്കണം ഡംബല്. അതിനുശേഷം നിങ്ങൾ പതുക്കെ ഇങ്ങനെ കിടന്നതിന് ശേഷം ഇതേപോലെ ബാക്കിലോട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതേപോലെ ചെസ്റ്റിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇത്ര മാത്രം തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോവുക. പുൾ ഓവർ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണിത്. 2 3 4. അപ്പം ഇതിന്റെ ബ്രീത്തിങ് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട് ചെയ്തു, ഹോൾഡ് ചെയ്തു, മുകളിലോട്ട് ഉയർത്തി ബ്രീത്ത് ഇൻ ചെയ്തു, വീണ്ടും ബ്രീത്ത് ഔട്ട് ചെയ്തു, ബ്രീത്ത് ഇൻ. ഓക്കെ, ഇത് നിങ്ങളുടെ ഈ ലാറ്റ് മസിൽസിന് ഈ ഒരു ഭാഗത്തെ ഈ സൈഡ് ഈ ലാറ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെസ്റ്റിന് ഒരു എക്സസൈസും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ 2 ഡംബൽസും എടുക്കുക, ഫ്ലോറിൽ കിടക്കുക. ഓക്കെ, ഫ്ലോറിൽ കിടക്കുന്നു. ഫ്ലോറിൽ കിടന്നതിന് ശേഷം ആദ്യം നമ്മൾ ചെസ്റ്റിനായിട്ടൊരു വർക്കൗട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് പ്രസ് ആണ്. ഇതേ കണക്കാണ് നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഡംബൽ ഫ്ലൈസ് ആണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡംബൽസുകൾ ചേർത്ത് പിടിക്കുക, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ നിങ്ങളുടെ എൽബോ ഒരു അല്പം ബെൻഡ് ചെയ്ത്, കൈമുട്ട് ഒരു അല്പം ബെൻഡ് ചെയ്ത് ബാക്കിലോട്ട് ഇതേപോലെ, കണ്ടില്ലേ, ഇത്ര മാത്രം കൊണ്ടുവരിക. ചെസ്റ്റ് മസിൽസ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. അതിനുശേഷം തിരിച്ച് 1, സാവധാനം അതേപോലെ താഴ്ത്തുകൊണ്ട് വരിക. 2, 3. കൺട്രോൾ. ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലോട്ട് കൊണ്ടുവരുന്നു. ബ്രീത്ത് ഇൻ, കൺട്രോൾ. 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡംബൽ കൊണ്ടുള്ള അപ്പർ ബോഡി എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വളരെ വിശദമായിട്ട് ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നത്, ബ്രീത്തിങ് എങ്ങനെ ചെയ്യണം, ഇതിന്റെ റെപ്പിറ്റേഷൻ എത്ര ചെയ്യണം, ഏത് ഫോമിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. ഇനിയിപ്പം അടുത്ത ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ബോഡിക്ക് വേണ്ടിയുള്ള എക്സസൈസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, ഡംബൽ വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ആപ്സിനും അതേ കണക്ക് തന്നെ നമ്മുടെ കാലുകൾക്കും വേണ്ടിയുള്ള എക്സസൈസ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഡംബൽസ് യൂസ് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 1 കിലോ ഡംബൽ മേടിക്കാൻ കിട്ടും, 2 കിലോ കിട്ടും, 3 കിലോ കിട്ടും, 4 കിലോ കിട്ടും. ഏത് വെയിറ്റുള്ള ഡംബലുകളിലും നമുക്ക് കിട്ടും. അതേ കണക്ക് തന്നെ നിങ്ങൾ ഡംബൽ റാഡ് ഒരെണ്ണം മേടിച്ചതിന് ശേഷം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഡംബൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ കൂട്ടി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ ഇടുന്നവരെ ബൈ.